നമ്മള് കാണാൻ പോണേ. എനിക്ക് അമ്മ തന്നു വിടുന്ന ലഞ്ചാണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കിയാലോ? ഇതാണ് അമ്മ. അത് വേറെ ഒന്നും അല്ല കേട്ടോ, എല്ലാവർക്കും കുറച്ച് എളുപ്പത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഒരു തട്ടിക്കൂട്ട് ഇതാണ് കേട്ടോ. അവൾക്ക് ഈ പറഞ്ഞ പോലെ വെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ ചൂടായതിന് ശേഷം ജസ്റ്റ് ഇത് ചൂടായി അപ്പൊ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും ഞാൻ മുട്ടയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മുട്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മുട്ട അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ അടുത്ത പരിപാടിക്ക് പോവാണ്. കുറച്ച് ഇത് തട്ടിക്കൂട്ടാണ് കേട്ടോ, എല്ലാവരും ഇടുന്ന പോലെ അല്ല. എൻ്റെ മോൾക്ക് ഇച്ചൂസിന് ഈ പറഞ്ഞ പോലെ ഒരു സാധനവും ഇഷ്ടമല്ല, ജസ്റ്റ് ഇങ്ങനെ ചെയ്യണത് മാത്രമേ ഇഷ്ടമുള്ളൂ. അവൾക്ക് ഈ പറയണ ഒരു സാധനങ്ങളും അവൾ ചെയ്യില്ല. അവൾക്ക് ജസ്റ്റ് നമ്മൾ ഒന്നും വച്ചു കൊടുക്കണത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യണ മാത്രമേ ഉള്ളൂ. മയനോസ് ഒന്നും വേണ്ട അവൾക്ക് സോസ് മാത്രം. പക്ഷേ സോസ് അധികം കൊള്ളൂല്ല കേട്ടോ കുട്ടികൾക്ക്. ഒരു പാകത്തിനൊക്കെ കൊടുത്തു വിടുക എല്ലാവരും. ഞാനതുകൊണ്ടാണ് ലെസ്സായിട്ട് ഇട്ടേക്കണത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ബർഗർ ചീസാണ്. അപ്പോൾ ഇതാണ് ഷീറ്റ് ചീസ് എന്ന് പറയും ഇവിടെ. ഇത് അൽമറായുടെ ചീസാണ്, ബർഗർ ചീസാണ്. നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ വച്ചു കൊടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഇപ്പോൾ ജസ്റ്റ് അത് അടിപൊളിയായിട്ട് വരണ്ടല്ലേ അമ്മ? ആക്കി കൊടുത്തതിന് ശേഷം ഈ ഷീറ്റ് ചീസ് വയ്ക്കുന്ന നമുക്ക് നോക്കാം. ഇനി ഞാൻ ഷീറ്റ് ചീസ് വയ്ക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ മോൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊന്നും പിടിക്കില്ല. കാരണം ഇലകൾ, വെജിറ്റബിൾസ് അതൊന്നും പിടിക്കത്തില്ല. പിന്നെ അവൾക്ക് ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് ഇങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കി എനിക്ക് തീർക്കും. നോർമൽ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കണമെന്ന് മാത്രമേ അവൾക്ക് ഇഷ്ടമുള്ളൂ, അല്ലാതെ അവൾക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഇതിന്റെ ഒരു ഷീറ്റിന്റെ ഒരു സൈഡ് പോയിട്ടോ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ. അമ്മയുടെ ഈ സാൻഡ്വിച്ച് നിങ്ങളുടെ സാൻഡ്വിച്ച് നല്ല വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും അത് ഞാൻ എടുത്തു പറയാണ്. ആരും ഇങ്ങോട്ട് ചോദിക്കല്ല, എൻ്റെ അടുത്ത് പറയാ. ഞാൻ വെച്ചാൽ എന്താ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേന്ന് ചോദിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് എളുപ്പം അവൾക്ക് കൊടുക്കാനായിട്ട്. അമ്മ അങ്ങനെ മുട്ട ചേർത്തോ? ഇതൊക്കെ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാട്ടോ. അതെ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യാം. ഇതിപ്പത്തെ ഒന്ന് കുറച്ച് വലുതാക്കിയെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇത് സാധനങ്ങളൊക്കെ താഴേക്ക് വീഴുണ്ട്. അപ്പൊ ബർഗർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ സമയം കൊണ്ട് മോളുടെ ടിഫിൻ എടുത്തോളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ കാണിക്കാം. ഒന്നും കൊണ്ടുപോകണ്ട, അപ്പൊ അതുകൊണ്ട് ടിഫിനാണ് കേട്ടോ കൊണ്ടുപോകാനായിട്ട്. എന്റെ ബോക്സ് ബ്ലൂ കളറാണ്. ടിഫിൻ കൊണ്ടുപോകാനായിട്ട്, ടിഫിനല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇതും പറയാട്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അയ്യോ അമ്മ അങ്ങനെ മറക്കണ്ട, ഇത് അമ്മ മറക്കണേ കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറക്കാം. ഞാനിതൊന്ന് ചൂടാവാൻ വേണ്ടി, കാരണം ഇവരുടെ സ്കൂളിലെ ഫുൾ AC ഇടുന്നത് കാരണം തണുത്തു പോകും. അപ്പം ഞാൻ അത് കാരണം ഒന്ന് ഇത്തിരി ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ലഞ്ച് ഈ ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല യൂസാണ്. കാരണം കുട്ടിക്ക് ചൂടാറില്ല. അപ്പം പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ചീസും ഒന്ന് മെൽട്ടാവും. ഇത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്തു വിട്ടാൽ മതി. വേറെ ഒന്നും ആശാത്തിക്ക് വേണ്ട. അവൾക്ക് ഈ പറഞ്ഞാൽ ഇഷ്ടമുള്ളതെന്ന് പറയാനായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതാക്കി വെള്ളം റെഡിയാക്കി. അപ്പം ഞാനിത് ഇനി അവളുടെ ബാഗിലേക്ക്, എൻ്റെ മോളുടെ ജ്യൂസിൻ്റെ ബാഗിലേക്ക് വയ്ക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ബൈ.